റീസെൻ്റ് ആയിട്ടുള്ള നോഡ് 2ൻ്റെ ബ്ലാസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളൊരു ചിന്തയിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയായിരിക്കും അല്ലേ. നോഡ് 2ന് പകരം പോക്കോ F3 GT വാങ്ങിക്കണോ വേണ്ടോ എന്നൊക്കെ. സോ പോക്കോ F3 GTക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ പോക്കോ F3 GT എന്ന് പറയുന്നത് ഗെയിമേഴ്സിന് മാത്രമുള്ളൊരു ഫോണാണോ അതോ കാഷ്വൽ യൂസേഴ്സിന് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഫുൾ റിവ്യൂ വീഡിയോ അവസാനം വരെ കാണാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് തോന്നുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ വാവ് എന്ത് നല്ല ഡിസൈനാണെന്ന് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഇച്ചിരി കൂടുതലായി പോയി അങ്ങനെ തോന്നും അല്ലേ. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കേസൊന്നും ഇല്ലാതെ ഫോൺ കയ്യിൽ പിടിച്ചിട്ടൊക്കെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്യും. ഇനി ബാക്ക് സൈഡ് ഒഴിച്ചാലും ഇതിലിപ്പോൾ നമുക്ക് ടോപ്പ് സൈഡിൽ വരുന്ന സ്പീക്കർ ഗ്രില്ല്, ടോപ്പിലും ബോട്ടമിലും വരുന്ന സ്പീക്കർ ഗ്രില്ലിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വരുന്ന ഫ്ലാഷ് ലൈറ്റിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും മേലെയും ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുള്ള മൈക്കിൻ്റെ അവിടെ മൈക്ക് നെയ്തിരിക്കുന്നത്, അതെല്ലാം ആ ഡിസൈൻ എത്ര നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഡിസൈൻ മാത്രമല്ല, ഇതിൻ്റെ ബിൽഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. സൈഡ്സ് അവർ മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. നോഡിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോക്കോ F3 GT ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രിഗേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ തന്നെയാണ് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ടും വർക്ക് ചെയ്യുന്നത്. ഈ ട്രിഗേഴ്സ് ഭയങ്കര ലൈക്ക് ക്ലിക്കിയാണ്, അതുപോലെ തന്നെ ഭയങ്കര റെസ്പോൺസീവ് ആണ് നമ്മൾ ഗെയിംസ് കളിക്കുന്ന സമയത്ത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റാണ് എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സ് ആദ്യമൊന്നും നമുക്ക് അങ്ങനെ കാണുന്നില്ല. പക്ഷെ നമ്മൾ കുറേ നേരം യൂസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ ആ ഫിംഗർ പ്രിൻറ്റ്സ് വന്നു തുടങ്ങും. അത് നമ്മുടെ ലുക്കിനെ കുറച്ചൊന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യാമറ ഹമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനോട് ഇഴുകി ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമാണ് വരുന്നുള്ളൂ. ഫോണിൻ്റെ ഹാൻഡ്ലിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ കുറച്ച് ഹെവിയാണ്. നമുക്ക് 205 ഗ്രാംസ് വരുന്നുണ്ട്. ഫോൺ കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. എൻ്റെ കുഞ്ഞു കയ്യിലൊക്കെ എനിക്ക് ഫോൺ ഭയങ്കര വലുതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ പലർക്കും വലിയ ഫോണും വലിയ സ്ക്രീനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എസ്പെഷ്യലി ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ടോട്ടലി 3 മൈക്സ് വരുന്നുണ്ട്. ഒരെണ്ണം ടോപ്പിലും ഒരെണ്ണം ബോട്ടമിലും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലാണ്. സോ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, എസ്പെഷ്യലി നമ്മൾ ഗെയിം സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇതിൽ വേറെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3.5-ൻ്റെ ജാക്കില്ല. എസ്പെഷ്യലി ഗെയിമേഴ്സിനൊക്കെ എന്ന് പറയുന്ന സമയത്ത് 3.5-ൻ്റെ ജാക്കില്ല എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് SD കാർഡ് സ്ലോട്ടിൻ്റെ ഓപ്ഷൻ ഇല്ല. 2 സിം സ്ലോട്ട്സ് മാത്രമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു കുറച്ചുകൂടെ നല്ലൊരു സ്റ്റോറേജ് വേണം, ഹയർ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8GB 256GBൻ്റെ വെർഷൻ അവൈലബിൾ ആണ്. സോ അതെടുക്കാം. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു നോട്ടിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറ ഹമ്പിൻ്റെ ആ ഒരു എഡ്ജസിലായിട്ട്. അത് ഭയങ്കര കൂളാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി നമുക്ക് യൂസ്ഫുൾ അല്ല. കാരണം നമ്മൾ ഫോണ് തല തിരിച്ച് വെക്കാറില്ല. നോർമലി നമ്മൾ സ്ക്രീന് കാണുന്ന രീതിക്കല്ലേ വെക്കുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ നമുക്ക് IP53 റേറ്റിംഗ് ഉണ്ട്. അതായത് കുറച്ച് മഴയത്തോ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഫോണിനെ വെള്ളത്തിൽ കൊണ്ടിടരുത് കേട്ടോ. ഇനി നമ്മൾക്ക് ഏറ്റവും അവസാനം നമുക്കിതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഭയങ്കര ലൗഡല്ല, പക്ഷേ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ആ ബാസൊക്കെ ഭയങ്കര നന്നായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫോൺ നമുക്ക് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോഡ് 2 ആയിട്ടുള്ള സ്പീക്കർ ആ ഒരു കമ്പാരിസൺ നിങ്ങൾ കേട്ട് നോക്കൂ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F3 GT എന്ന് പറയുന്നത് 30Kൻ്റെ അണ്ടറിൽ ഏറ്റവും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. നല്ലൊരു സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ ട്രിഗേഴ്സ് ആണെങ്കിലും എല്ലാം വളരെ നല്ലതാണ്. ആകെ കൂടെ നമുക്ക് ആ 3.5mm ജാക്ക് ഇല്ല എന്നുള്ളൊരു വലിയൊരു നെഗറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. സോ ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഗെയിം കളിക്കുന്നവർക്ക് അത് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും.
പോക്കോ F3 GTയിൽ നമുക്ക് 6.67 ഇഞ്ച് ഫുൾ HD 120 Hz 10-bit AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്രൈറ്റ് ആണ്. നമ്മുടെ നോഡ് 2-നേക്കാളും ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സൺലൈറ്റിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി കളേഴ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ നോർമൽ ഡിസ്പ്ലേനേക്കാളും ഉള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കളേഴ്സ് കുറച്ചുകൂടെ വൈബ്രൻ്റ് ആണ്, കുറച്ച് സാച്ചുറേറ്റഡ് ആണ്, പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. വ്യൂവിങ് ആംഗിൾസ് വളരെ നല്ലതാണ്, നമുക്ക് കളർ ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല. ഫോൺ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമൈസേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഫോണിൽ നമുക്ക് വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോഡ് 2-നെ പോലെയല്ല, ഇതിൽ നമുക്ക് ഫുൾ HDയും അതുപോലെ തന്നെ HDR-ഉം നെറ്റ്ഫ്ലിക്സിലും പ്രൈം വീഡിയോയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. UI വളരെ സ്മൂത്താണ്. പക്ഷേ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം റേറ്റ് 60 Hzലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വന്നിട്ട് ഓക്കെയാണ്, നല്ലതെന്നും പറയാനില്ല മോശമെന്നും പറയാനില്ല. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10-bit ഡിസ്പ്ലേയും അതുപോലെ തന്നെ HDR ഡിസ്പ്ലേയും ഒക്കെയും കൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇനി പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് Dimensity 1200 ആണ് വരുന്നത്. ആ സെയിം തന്നെയാണ് നമുക്ക് Realme X7 Maxലും അതുപോലെ തന്നെ നോഡ് 2-ലും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിതിൽ നോഡ് 2-നേക്കാളും ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ബെഞ്ച് മാർക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ടോ എന്നാണ്. അതെ, ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഹെവി ആപ്സ് അല്ലെങ്കിൽ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മുടെ ഫ്രെയിമിലാണ് ഹീറ്റിംഗ് നടക്കുന്നത്. കാരണം ഫ്രെയിം മെറ്റലാണല്ലോ നമുക്ക് വരുന്നത്, അതുകൊണ്ട് അതിലാണ് നമുക്ക് എല്ലാ ഹീറ്റും വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും ക്യാമറേൻ്റെ ആ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അത് അൺബെയറബിൾ ആയിട്ടുള്ള ഹീറ്റൊന്നും അല്ല, പെട്ടെന്ന് തന്നെ ആ ഹീറ്റ് റെഡ്യൂസ് ആവുന്നുമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങർ ടൈം കളിക്കുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവുന്നുണ്ട്. സോ അതൊന്ന് കെയർഫുൾ ആയിരിക്കുക, അത് നമ്മുടെ ഗെയിം പ്ലേൻ്റെ ആ ഒരു സുഖം ഒന്ന് കളയും. പക്ഷെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ത്രോട്ട്ലിംഗ് ഒന്നും നടക്കുന്നില്ല, ആ ഒരു ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഗ്രാഫിക് സെറ്റിങ്സിൽ വെച്ചിട്ട് BGMI കളിക്കുന്ന സമയത്ത് ഫ്രെയിം റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ നമുക്ക് 480 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടച്ച് റെസ്പോൺസ് വളരെ നല്ലതാണ്. നമുക്ക് മാഗ്നറ്റിക് ട്രിഗേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിം പ്ലേ കുറച്ചുകൂടെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ഈ ഫോൺ നമുക്ക് 6GB 128GB വെർഷൻ, 8GB 128GB വെർഷൻ, അതുപോലെ തന്നെ 8GB 256GB വെർഷൻസ് വരുന്നുണ്ട്. സ്റ്റോറേജ് നമുക്ക് UFS 3.1 ആണ് വരുന്നത്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ആകെ കൂടെ നമുക്ക് ആ ഒരു ഒക്കേഷണലി ഉള്ള ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ എല്ലാ ഗെയിമേഴ്സിനും നമുക്ക് ട്രിഗേഴ്സ് വേണമെന്നുണ്ടാവില്ല, കാരണം ഓൾറെഡി അവർ കുറേ കാലങ്ങളായിട്ട് ഓൺ സ്ക്രീൻ ബട്ടൺസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. സോ അത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ട്രിഗേഴ്സ് ഉള്ളൊരു ഫോൺ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലൈക്ക് നമ്മുടെ 5G, ഈ ഫോണിൽ നമുക്ക് 2 5G ബാൻഡേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് കുറച്ച് മോശമാണ്, കാരണം നമ്മുടെ Realme X7 Maxും അതുപോലെ തന്നെ നോഡ് 2-ലും നമുക്ക് 6 and 7 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലും നമ്മൾക്ക് Dimensity 1200 ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കാം, അപ്പോൾ നിങ്ങളൊരു 5G ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള പോലെയുള്ള കോളിംഗ് ആൻഡ് പ്രോക്സിമിറ്റി ഇഷ്യൂസ് ഒന്നും ഇതിൽ വരുന്നില്ല, അത് വളരെ നല്ലൊരു കാര്യമാണ്. വൈഫൈ ഇഷ്യൂസ് ഇല്ല. അതുപോലെ തന്നെ ഫോൺ നമുക്ക് Bluetooth 5.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കേസ് പറയാം. അതെ, ഇത്തവണ ഞാനത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പറയണത്, കാരണം MIUI അത്രയും നന്നായിട്ടാണ് അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അതെ, MIUI എന്ന് പറയുന്നതിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് അത് മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. MIUIൻ്റെ UI എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണാണ്. നമുക്ക് പോക്കോ ലോഞ്ചറാണ് വരുന്നത്. അതിൽ വളരെ കുറവ് ബഗ്സാണ് വരുന്നുള്ളൂ. ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോക്കോ F3 GTയിൽ നമുക്ക് സോഫ്റ്റ്വെയർ വന്നിട്ട് Android 11ഉം MIUI 12.5ഉം ആണ് വരുന്നത്. സോഫ്റ്റ്വെയറിൽ നമുക്ക് വളരെ കുറവ് ബഗ്സേ വരുന്നുള്ളൂ ബാക്കിയുള്ള ലോ എൻഡ് നമ്മുടെ റെഡ്മി ഫോൺസിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. MIUIയിലുള്ള എല്ലാ നെഗറ്റീവ്സും തന്നെ എപ്പോഴും അവിടെ ഉണ്ടാവും. സോ ഇവൻച്വലി നമുക്ക് ഈ ബഗ്സ് എല്ലാം വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി MIUIനെ നമ്മുടെ ഓക്സിജൻ OS അല്ലെങ്കിൽ Realme UI ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും എത്രയോ ബെറ്റർ ആയിരിക്കും. ഓക്സിജൻ OS ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. Realme UI നമ്മുടെ MIUIനേക്കാളും ബെറ്റർ ആയിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കേസിലും അതുപോലെ തന്നെ നമ്മുടെ ബഗ്സിൻ്റെ കേസിലുമൊക്കെ. ഇതിൽ നമുക്ക് ഒരുപാട് ഇൻബിൽഡ് സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്, ലൈക്ക് നമ്മുടെ തീംസ്, സെക്യൂരിറ്റി ആപ്സ്, ഗെറ്റ് ആപ്സ്, അങ്ങനെ ഒരുപാടെണ്ണം. അതേപോലെ തന്നെ ഈ ആപ്സ് എല്ലാം നമ്മൾക്ക് നോട്ടിഫിക്കേഷൻസും ഒരുപാടെണ്ണം അയക്കുന്നുണ്ട്. അത് ഭയങ്കര അനോയിങ് ആണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ MIUIയും ബാറ്ററി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം.
നമ്മൾക്ക് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാറ്ററി ഒപ്റ്റിമൈസേഷൻ അവർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവറേജ് ഒരു 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതല്ല നമ്മുടെ പ്ലസ് പോയിന്റ് വരുന്നത്. നമ്മുടെ ഫോൺ നമ്മൾ ഐഡലായിട്ട് വെക്കുന്ന സമയത്ത് ബാറ്ററി ഡ്രെയിൻ, അതാണ് നമുക്ക് പ്ലസ് പോയിന്റ് വരുന്നത്. ലൈക്ക് നമ്മളൊരു വോൾ ഡേ ഈ ഫോണിനെ ഐഡലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കൊരു 4% മാത്രമാണ് ബാറ്ററി ഡ്രെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മൾ നോർഡ് 2 ഒരു വോൾ നൈറ്റ് ലൈക്ക് ഒരു 10 hours നമ്മൾ വെച്ച സമയത്ത് നമുക്ക് മോർ ദാൻ 8% ബാറ്ററി ഡ്രെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. അത് നമുക്ക് ബാറ്ററി നന്നായിട്ട് തരുന്നുണ്ട്. MIUI കാരണമാണ് അങ്ങനെ നടക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഈ ഫോണിൽ നമുക്ക് 5065 mAh ബാറ്ററിയാണ് വരുന്നത്. 67 watt ചാർജർ അവർ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമുക്ക് 67 watt ചാർജർ ഉണ്ടെങ്കിൽ പോലും 0 to 100% ചാർജ് ആവാൻ 55 minutes എടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നോർഡ് 2 നമുക്ക് 65 watt ചാർജറാണുള്ളത്. അത് 33 minutesലാണ് നമുക്ക് ഫുൾ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ ക്യാമറയാണ് വരുന്നത്. നമുക്ക് ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്ന ഫോട്ടോസ് നമ്മൾ വേറെ ഫോൺസിലെ ഫോട്ടോസുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രോബ്ലവും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡീറ്റെയിൽസ് വളരെ നല്ലതാണ്. കളറ്, കോൺട്രാസ്റ്റ് എല്ലാം വളരെ നല്ലതാണ്. കുറച്ച് സാച്ചുറേഷൻ കൂടുതലാണ്. പക്ഷേ നമ്മൾ വേറെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഷാർപ്പനിങ് നമ്മുടെ F3 GT ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വിസിബിളായിട്ട് വരുന്നത് നമ്മുടെ ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ കേസിലാണ്. ഫേസ് ഡീറ്റെയിൽസ് ഒക്കെ ഓവർ ഷാർപ്പൻഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്കിൻ ടോൺസ് ഒന്നും അത്ര രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മുടെ പോർട്രേറ്റ്സിൻ്റെ സമയത്ത് സബ്ജക്ട് സെപ്പറേഷൻ വളരെ നല്ലതാണ്. പക്ഷേ ഈ ഷാർപ്പനിങ്ങും സാച്ചുറേഷൻ കാരണം ഫേസ് ഡീറ്റെയിൽസ് അത്ര നന്നായിട്ടില്ല. ഇനി നമ്മൾ അൾട്രാ വൈഡ് ഷോട്ട്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് വരുന്നതിൻ്റെ സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. യൂഷ്വലി നമുക്ക് സോഫ്റ്റായിട്ടും ഡീറ്റെയിൽസ് വളരെ കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ലോ ലൈറ്റിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഈവൻ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ബൈ സൈഡ് സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നോർഡ് 2 സാമ്പിളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നോയ്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് വളരെ കുറവാണ് F3 GTൻ്റെ കേസിൽ. ഇനി നമ്മൾ നൈറ്റ് മോഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ നോർഡ് 2 നോർമൽ മോഡിലുള്ള ലോ ലൈറ്റ് ഫോട്ടോസിൻ്റെ അത്രയ്ക്ക് പോലും എത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇനി അൾട്രാ വൈഡിലുള്ള ലോ ലൈറ്റ് ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. ബിലോ ആവറേജ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. ലോ ലൈറ്റിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ പോലും അത്രയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ സെൽഫീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് വളരെ നല്ല സെൽഫീസ് എടുക്കുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള സെൽഫീസാണ് എടുക്കുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് അത്ര കൺസിസ്റ്റൻ്റ് അല്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ആ ഫോട്ടോ ക്വാളിറ്റി തന്നെ അത്രയ്ക്ക് അങ്ങ് ഇമ്പ്രസ് ചെയ്തില്ല. ഇനി നമ്മൾ വീഡിയോസിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് 4K 30 FPS വരെയുള്ള വീഡിയോസും അൾട്രാ വൈഡിൽ നിന്ന് 1080p 30 FPS വരെയുള്ള വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറ വീഡിയോസ് എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ മെയിൻ ക്യാമറ ഫോട്ടോസിലുണ്ടായിരുന്ന സെയിം ഇഷ്യൂ ഇതിലും വരുന്നുണ്ട്. ലൈക്ക് സാച്ചുറേഷൻ ആൻഡ് ഷാർപ്പനിങ് ചെയ്യുന്നുണ്ട് അവർ. ഡൈനാമിക് റേഞ്ച് അത്ര മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൾട്രാ വൈഡ് വീഡിയോസ് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ വളരെ സോഫ്റ്റാണ്. നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് 960 FPS സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവർ 720p ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലോ മോഷൻ്റെ ഡീറ്റെയിൽസ് വളരെ വേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ F3 GTൻ്റെ ക്യാമറ തന്നെ ഒട്ടും ഇമ്പ്രസ് ചെയ്തില്ല. നമ്മുടെ നോർഡ് 2 സെയിം ടൈമിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ അത് കുറച്ചുകൂടെ നോക്കേണ്ടതായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം പോക്കോ F3 GT നിങ്ങൾ എടുക്കണം. ഈ ഇടയ്ക്ക് വന്ന ഈ ബ്ലാസ്റ്റിൻ്റെ കേസും കാരണങ്ങളൊക്കെ തന്നെ നോർഡ് 2 30Kൻ്റെ അണ്ടറിൽ നോർഡ് 2 പകരം ഏത് ഫോണാണ് എടുക്കേണ്ടതെന്നുള്ളതായിരിക്കും അത്യാവശ്യം എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം. സോ പോക്കോ F3 GTൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്, നല്ലൊരു ലൗഡ് സ്പീക്കർ വരുന്നുണ്ട്, പെർഫോമൻസ് വളരെ നല്ലതാണ്, ബാറ്ററി ലൈഫ് വളരെ നല്ലതാണ്. പക്ഷേ പോക്കോ F3 GTൻ്റെ ക്യാമറ വളരെ മോശമാണ്. അതിൽ നമുക്ക് SD കാർഡ് സ്ലോട്ട് വരുന്നില്ല, 3.5mm ജാക്ക് വരുന്നില്ല, സോഫ്റ്റ്വെയർ ഒരിക്കലും നമ്മുടെ OnePlus ഓക്സിജൻ OSൻ്റെ അത്ര നല്ലതായിട്ട് വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂവും വരുന്നുണ്ട്. സോ ഒരിക്കലും എനിക്ക് പോക്കോ F3 GT നോർഡ് 2 പകരം എടുക്കൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം നോർഡ് 2 ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറ തന്നെയാണ്. പോക്കോ F3 GTയിൽ നമുക്ക് പക്ഷേ നമ്മൾ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോക്കോ F3 GT തന്നെയാണ് നമുക്ക് നോർഡ് 2 ബെറ്റർ ആയിട്ട് വരുന്നത്.
അതല്ലാതെ നമുക്ക് വേറെ 2 ഫോൺസും കൂടെ വരുന്നുണ്ട്. നമ്മുടെ റിയൽമി GT മാസ്റ്ററും അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 20യും. സോ ആ ഫോൺസും കൂടെ വന്ന് അത് നമുക്ക് 30Kൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അതും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നോഡ് 2ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഏതാണ് വരുന്നതെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.